നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസത്തെ നയപ്രഖ്യാപനമൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നയപ്രഖ്യാപനം സ്കൂൾ കുട്ടികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി. അതായത് ഒരു പൈസ പോലും ചിലവില്ലാതെ നടത്താൻ പറ്റുന്ന, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലെ ഫ്രീ ടിക്കറ്റിനെ ഫ്രീ യാത്രയെക്കുറിച്ചോ ഒന്നും പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാകുമ്പം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാത്ത ഒരു പ്രഖ്യാപനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ സ്കൂൾ കുട്ടികൾക്ക് മാത്രം മതിയോ ഇത്? എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള ചില സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസുകാർ, വനിതാ പോലീസുകാർ സത്യം പറഞ്ഞാൽ അവർ ഈ ടൈറ്റായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് ഇതുപോലെയുള്ള ഈ പറഞ്ഞുള്ള സമരങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ അണിനിരക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലാവും എന്താണതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാനുള്ള അവസരമാണ് സത്യത്തിൽ കൊടുക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് മിസ്യൂസ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളും കൂടിയുണ്ട്. ഇപ്പം വെള്ളിയാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെയോ ഒക്കെയാണ് കുട്ടികൾക്ക് ആർത്തവമാകുന്നതെങ്കിൽ അവരത് മിണ്ടാതിരുന്നിട്ട് തിങ്കളാഴ്ച ഇത് പറഞ്ഞിട്ട് അവർക്ക് 3 ദിവസം, അതായത് അപ്പോൾ 5 ദിവസം എക്സ്ട്രാ അവധി കിട്ടാനുള്ള ഒരു സുവർണ്ണ അവസരം കൂടിയാണ് പെൺകുട്ടികൾക്ക്. ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുപോലെ തന്നെ ഇവർക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഗവൺമെൻറ് ഒതുക്കി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇത് കേട്ടിട്ട് പിള്ളേർ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊക്കെ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അതൊരു അസുഖമൊന്നുമല്ല, അത് പ്രോസസ്സാണ്. അതിൽ ചില കുട്ടികൾക്ക് അതിനകത്ത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്, ചിലർക്കൊന്നും അത് ഉണ്ടാവാറില്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ലീവ് എടുക്കാനുള്ള അനുവാദം കൊടുക്കുക. ഇങ്ങനെ അസുഖമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വീട്ടിലിരിക്കുകയാണെന്നുള്ള അനുവാദം കൊടുക്കുക. അല്ലാതെ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ആർത്തവ അവധി 3 ദിവസം കൊടുക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അട്ടർ ഫോളിഷ്നസ് ആണ് എനിക്ക് പറയാനുള്ളൂ. കാരണം അതിനകത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും എനിക്കത്. അതേപോലെ തന്നെ കണ്ടക്ടർ ജോലി ചെയ്യുന്ന വനിതകളുണ്ട്. അവർക്കൊക്കെ ഇത്രയും ലോങ് ഒക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന നേരെ ചൊവ്വേ അവർക്കൊരു പാഡ് മാറാൻ പോലും നല്ലൊരു ടോയ്ലറ്റുകൾ പോലും ഇല്ലാത്ത അവസ്ഥയുള്ള എത്രയോ പേര് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അവർക്കൊക്കെയാണ് സത്യത്തിൽ അവധി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ടീച്ചേഴ്സൊക്കെ ഈ ആർത്തവ സമയത്ത് അവരുടെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടികളോട് പെരുമാറുന്നത് പോലും ചിലപ്പോൾ റാഷായിട്ടാണെന്ന് വരും. അങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ചിലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും ഈ പറഞ്ഞ പോലെ നമ്മൾ പല പ്രശ്നങ്ങളാണ്, മൂഡ് സ്വിങ്സ് ആണ് ഉണ്ടാകുന്നത്. ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ആർത്തവമായിട്ട് സംബന്ധിച്ച് ഉണ്ടാകുന്ന എല്ലാവരുമല്ല, ചില സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ അവർ സ്കൂളിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുട്ടികളെ കണ്ടവാൻ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ അടിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. നോർമലായിട്ട് അങ്ങനെയൊന്നും ചെയ്യാത്ത ടീച്ചേഴ്സ് പോലും ചില സമയത്ത് ഭയങ്കര റഫായിട്ട് പെരുമാറുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അത്ര നല്ല ഒരു തീരുമാനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പെണ്ണുങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം, അതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ആർത്തവ അവധി ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കേണ്ട രീതിയിൽ ചിട്ടപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. കാരണം എനിക്ക് പറയാനുള്ള ഇതേപോലെയുള്ള ഓഫീസിൽ ജോലി ചെയ്ത സ്ത്രീകളുണ്ട്, എത്രയോ ദൂരം ട്രെയിനിൽ യാത്ര ചെയ്തു പോകേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ, സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടുള്ളൊരു നിയമമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അല്ലാതെ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഒന്നും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു. പിന്നെ ഇപ്പം വേറെ പറഞ്ഞു വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചെറുപ്പത്തിൽ ആർത്തവമാകുന്ന കുട്ടികളുണ്ട്. അത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 6ാം ക്ലാസ്സിൽ പണ്ടൊക്കെ 8, 9, 10 ഒക്കെ പഠിക്കുമ്പോഴാണ് ഈ പ്രോസസ്സ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ആഹാര രീതിയും ഒക്കെ അതുപോലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ട് 4ലും 5ലും 6ലും പഠിക്കുന്ന എട്ടും പൊട്ടും ചെയ്യാത്ത കുട്ടികൾക്ക് ഒരേ ആർത്തവം വരുന്ന സാഹചര്യമുണ്ട്. അതായത് സ്വന്തമായിട്ട് പാഡ് പോലും മാറ്റാൻ അറിയാത്ത കുട്ടികൾ ആർത്തവം വരുന്ന സമയം ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവധി കൊടുത്താൽ അത് പേരൻസിൻ്റെ തന്നെ നിർദ്ദേശം അനുസരിച്ച് ഇതുപോലെ കുട്ടിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. പക്ഷേ എല്ലാ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലെ 3 ദിവസം ആർത്തവാവധി കൊടുക്കുന്നു എന്ന് പറയും. പ്രത്യേകിച്ചും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ ഭയാനകമാണ്. ഈ സമയത്ത് അവർ ടൂർ പോവുകയോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പേരൻസ് കുട്ടി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത്, നമ്മൾ എന്തുകൊണ്ട് സ്കൂളിൽ വന്നില്ല എന്നുള്ളത് ഈ ലെറ്റർ സ്കൂളിൽ നമുക്ക് കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത് കുട്ടി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള ഒരു പേരൻസിൻ്റെ ലെറ്ററൊക്കെ കൊണ്ടുവരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. കുട്ടികളുടെ ക്ലാസ് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ വരാൻ പറ്റുന്ന കുട്ടികൾ വരിക, വരാൻ പറ്റാത്ത അത്രമേൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ
വേണമെങ്കിൽ ലീവ് എടുക്കുക എന്നുള്ളൊരു സംവിധാനമായിരുന്നു നല്ലത്. പക്ഷേ അതിനെക്കാട്ടിലും അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ലീവ് എടുത്ത് അല്ലെങ്കിൽ അവധി കൊടുക്കേണ്ട ആൾക്കാരാണ് ഈ പോലീസുകാരെ, കണ്ടക്ടർമാർ, അതുപോലെ ഒത്തിരി യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എത്രയോ പേരെ നമുക്ക് ട്രെയിനിലൊക്കെ ആ വനിതാ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് സത്യത്തിൽ പറഞ്ഞാൽ ഇത് വേണ്ടത്. അല്ലാതെ ഈ കുട്ടികൾക്കെല്ലാം ഇത് കൊടുത്ത് സത്യം പറഞ്ഞാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെയെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം, അതത്ര നല്ലൊരു തീരുമാനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ബുദ്ധിമുട്ടുള്ള കുട്ടികളെയും കണ്ടിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്തവരുമുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ 1-2 ദിവസം ചിലപ്പം റെസ്റ്റ് എടുത്തെന്നിരിക്കും, ചില സമയത്ത് ഹാഫ് ഡേ ലീവ് എടുത്ത് പോയെന്നിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ 3 ദിവസം കൃത്യമായിട്ട് അവർക്ക് അവധി കൊടുക്കണമെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നിർബന്ധം വന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവധി കൊടുക്കേണ്ടത് അവർ മാത്രമല്ല, ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുണ്ട്, പോലീസുണ്ട്, കണ്ടക്ടർമാരുണ്ട്, യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗം സ്ത്രീകളുണ്ട് അങ്ങനെ ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന. ഇപ്പം പറഞ്ഞാൽ വീട്ടമ്മമാരെന്ത് ചെയ്യും? ഈ ആർത്തവത്തെ സംബന്ധിച്ച് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ വീട്ടമ്മമാരുണ്ട്. അവർക്ക് ഒരു പണിയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഉണ്ടാവില്ല. മക്കളെ സ്കൂളിൽ വിടണം, ഭർത്താവിനെ സ്കൂളിൽ വിടണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, അങ്ങനെ എത്രയോ പേരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഈ ഒരു തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് അശാസ്ത്രീയമായി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങളുടെ സാഹചര്യം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ദയവ് ചെയ്ത് ആണുങ്ങൾ ഇതിനകത്ത് വന്ന് വെറുതെ ഒരു ആവശ്യവുമില്ലാതെ തെറി പറയാൻ വേണ്ടി മാത്രം വരരുത്. കാരണം ഇത് സ്ത്രീകളെ സംബന്ധിച്ചൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ ആശങ്കയുമാണ് ഞാനീ പറഞ്ഞത്, അല്ലെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക. ബൈ.